ഹരി ഓം. കൃഷ്ണമന്റെ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും ലളിതാ സഹസ്രനാമ പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. നമ്മളുടെ സെപ്റ്റംബർ 16 തീയതി മുതൽ 21 തീയതി വരെയുള്ള തീർത്ഥയാത്രയും അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിന്റെ സമർപ്പണവും അത് കാഞ്ചീപുരത്ത് വെച്ച് നടത്താൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ ലളിതാ സഹസ്രനാമ പഠന പദ്ധതിയ അതിന്റെ പൂർത്തീകരണത്തോടുകൂടി അങ്ങനെ മഹത്തായിട്ടുള്ള സമർപ്പണവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടാടുകയാണ്. അപ്പോൾ അതിന് ശ്രീപരാശക്തിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോരോ അനുഭവങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തലെങ്കിലാണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഓം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമഃ. ഓം മഹാദേവ്യൈ നമഃ. ഓം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 167 ശ്ലോകങ്ങൾ, അവസാനത്തെ നാമം 905 നാമമായിരുന്നു ബൈന്ദവാസന. ബിന്ദുമണ്ഡലവാസിനിയായിരിക്കുന്ന ദേവിയുടെ സ്വരൂപം മനസ്സിൽ അങ്ങനെ നിറച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ് അവസാനിപ്പിച്ചത്. നമുക്ക് 168 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. തത്വാധികാ തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയാ സൗമ്യ സദാശിവകുടുംബിനി. തത്വാധികാ തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയാ സൗമ്യ സദാശിവകുടുംബിനി. 906 മുതൽ 911 വരെയുള്ള 6 നാമങ്ങളാണ് ഈ 168 ശ്ലോകത്തിലുള്ളത്. ഓരോന്നോരോന്നായി കാണാം. എല്ലാ നാമങ്ങളും നമ്മള് വളരെ അടുത്ത് പരിചയം തോന്നും. ഇനി അതാണ് അതിന്റെ പ്രത്യേകത, ശരിയായിട്ട് ക്ലാസ് ഫോളോ ചെയ്തവർക്കൊക്കെ. തത്വാധിക, ഇവിടെ തന്നെ തത്വാധിക എന്ന് പറയുമ്പോ നമ്മള് അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. ഈ വാക്കിന്റെ അർത്ഥം പറയുകയാണെച്ചാൽ തത്വത്തെ അതിക്രമിച്ചവൾ എന്നാണ്. തത്വത്തെ അതിക്രമിച്ചവൾ. തത്വം എന്ന് പറഞ്ഞാൽ തസ്യഭാവം തത്വം എന്നാണ്. എന്താണോ സ്വന്തം ഭാവം, എന്താണോ സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണോ നമ്മളെ നമ്മളാക്കി മാറ്റിയിരിക്കുന്നത്, അതാണ് തത്വം. അതിനാണ് തത്വം എന്ന് പറയുന്നത്. അപ്പോ തസ്യഭാവം എന്താണോ ഉള്ളത് അതാണ്, അതിനെ സൂചിപ്പിക്കുന്നതിനാണ് തത്വം എന്ന അർത്ഥത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന തത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആദിയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ച നിർമ്മിതിക്ക് എന്തൊക്കെ വസ്തുക്കളാണോ ഉപയോഗിച്ചത് ആ വസ്തുക്കളെ മുഴുവൻ കൂട്ടിയിട്ടാണ് ഇവിടെ തത്വം എന്ന് പറയുന്നത്. അത് നശിക്കുന്നത് എപ്പോഴാണ്? ബ്രഹ്മാണ്ഡ നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുള്ള തത്വങ്ങള് നശിച്ചു പോകുന്നത് മഹാപ്രളയ സമയത്ത് മാത്രമാണ്. അപ്പൊ ദേവി തത്വാധിക എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ ശിവനും ശക്തിയും പുരുഷനും പ്രകൃതിയും അത് നശിക്കില്ല. അത് പ്രളയ സമയത്ത് തത്വങ്ങളൊക്കെ നശിച്ചു പോകുമ്പോഴും ഈ പ്രപഞ്ച നിർമ്മിതിക്കും ഈ നമ്മളെയൊക്കെ നിർമ്മിച്ചപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ആ തത്വങ്ങളൊക്കെ നശിച്ചു പോകുമ്പോഴും അതിനെയും അതിക്രമിച്ചവളാണ് ദേവി. അപ്പോഴും ആ പ്രകൃതിയും പുരുഷനും നിലനിൽക്കും, ആ ബ്രഹ്മം നിലനിൽക്കും, ശുദ്ധ ബ്രഹ്മം നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ദേവി ഇതിനൊക്കെ അപ്പുറമാണ്, തത്വങ്ങൾക്കും അപ്പുറമാണ്. ഇനി തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്, എന്നാലും ഒന്നുകൂടി ഇതൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. സാഖ്യ ദർശന പ്രകാരം ആണ് ശരിക്കും മഹർഷി കപിലാചാര്യരാണ് തത്വങ്ങളെ ആദ്യം 24 തത്വങ്ങളും 25ാമത്തെ പുരുഷൻ അല്ലെങ്കിൽ സദാശിവൻ, പരമശിവൻ, ശിവതത്വം, അങ്ങനെ 25 തത്വങ്ങളെ കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ഡ സൃഷ്ടി നടത്തിയിരിക്കുന്നത് എന്നാണ് മഹർഷി കപിലൻ തന്റെ സാഖ്യ ദർശന പ്രകാരം പറയുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, എങ്കിലും നമ്മള് ആ പ്രൈമോഡിയൽ കാരണ ജലധി ഒക്കെ കണ്ടതാണ്. ആ സദാശിവൻ ഒന്നെന്നുള്ളത് പലതാവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആ പരബ്രഹ്മം, ആ പരബ്രഹ്മത്തിന് ശക്തി പകരാൻ ആ ദേവി മഹേശ്വരിയായിട്ടുള്ള ദേവി പ്രകൃതിയായിട്ട് പരമേശ്വരന് ശക്തി പകരുന്നതാണ്. അപ്പോ ആദ്യമായി ഉണ്ടാവുന്നത് എന്താണ്? ആദ്യമായിട്ടുണ്ടാവുന്നതാണ് മൂലപ്രകൃതി. മൂലപ്രകൃതിയിൽ നിന്നും മഹത്തത്വം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിയാണ്. അപ്പോ ആദ്യമായി മൂലപ്രകൃതിയിൽ നിന്നും മഹത്തത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധി ഉണ്ടാവുമ്പോ ബുദ്ധി എന്ന് വരുന്നത് ശരിക്കും എന്താണ്? അഹങ്കാരം വരും, ഞാനാവണം. ഇപ്പോഴൊക്കെ ഒന്നാണ്. ദ്വൈതം, അതാ അദ്വൈതത്തെ ദ്വൈതമാക്കി മാറ്റണം. പുരുഷനും പ്രകൃതിയും പ്രൈമോഡിയൽ മാറ്ററും ഒക്കെ ഇങ്ങനെ ഒന്നായിട്ട് ബ്രഹ്മം മാത്രമായി നിൽക്കുന്ന സമയമാണ്. അതിന് രണ്ടെന്ന ഭാവം ഉളവാക്കണമെങ്കിൽ എന്ത് വരണം? അഹങ്കാരം വരണം. അപ്പോ ഇവിടെ ബുദ്ധിക്ക് അഹങ്കാരം വരുന്നതാണ്. അഹങ്കാരം വരുമ്പോ ഞാനും ബ്രഹ്മവും വേറെ ആയി തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ സൃഷ്ടി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ. ഇപ്പോ അഹങ്കാര തത്വം വന്നു കഴിഞ്ഞാൽ അതിന് 3 ഗുണങ്ങളുണ്ട്. ഇത് കണ്ടതാണ് നമ്മള്. ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും അഹങ്കാര തത്വത്തില് അങ്ങനെ പ്രതിഫലിക്കുകയാണ്. അപ്പോ സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നും മനസ്സുണ്ടാവും, ശുദ്ധമായിട്ടുള്ള മനസ്സ് വരും. അപ്പൊ നമ്മൾ നോക്കുക, മൂലപ്രകൃതി ഒരു തത്വം, അത് കഴിഞ്ഞാൽ മഹത്തത്വം രണ്ടാമത്തത്, മൂന്നാമത്തത് അഹങ്കാര തത്വം, അതിൽ നിന്ന് മനസ്സുണ്ടാവും. 4 കോമ്പോണൻസ് ആയിപ്പോ അല്ലെ? അപ്പോ സാത്വിക അഹങ്കാര തത്വത്തിൽ നിന്ന് മനസ്സുണ്ടാവും. മനസ്സിന്റെ കൂടെ തന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവും. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കണ്ണ്, നാവ്, നമ്മൾ പെട്ടെന്നുള്ള മലയാള ഭാഷയിൽ പറയാച്ചാൽ കണ്ണ്, നാവ്, മൂക്ക്, ചെവി, ത്വക്ക്, അതാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. ആ ജ്ഞാനേന്ദ്രിയങ്ങൾ കിട്ടിയാലാണ് ഈ ബുദ്ധിക്കും അഹങ്കാരത്തിനൊക്കെ ഇനി പുറത്തുനിന്നുള്ള ഫീഡിങ്സ് കിട്ടുള്ളൂ. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ വരും. അങ്ങനെ ഈ അഹങ്കാര തത്വം വീണ്ടും രാജസ അഹങ്കാരം. അപ്പൊ ആദ്യം ഉണ്ടായത് ഏതാണ്? സാത്വിക അഹങ്കാരത്തിൽ നിന്നും മനസ്സും ഉണ്ടായി, അതുപോലെ തന്നെ എന്തുണ്ടായി? ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. ഇനി രണ്ടാമത്തെ അഹങ്കാരം വർക്ക് ചെയ്യുന്ന എവിടെയാണ്? രാജസ അഹങ്കാരം. രാജസ അഹങ്കാരത്തിൽ നിന്ന് 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവും. ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മം, പുറത്തുനിന്നുള്ള ഫീഡിങ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രവൃത്തി തുടങ്ങി, കർമ്മം തുടങ്ങും. അപ്പൊ കർമ്മേന്ദ്രിയങ്ങള് 5 ഉണ്ടാവും. കർമ്മേന്ദ്രിയങ്ങളാണ് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഹ്വ കർമ്മം ചെയ്യുന്ന ഒന്നാണ്, വാക്കാൽ കർമ്മം ചെയ്യും. രണ്ടാമത് പാണി, കൈകളാൽ കർമ്മം ചെയ്യും. രണ്ടാമത് പാദം, കാലുകളാൽ കർമ്മം ചെയ്യും. അത് കഴിഞ്ഞാൽ പായു എന്ന് പറഞ്ഞാൽ വിസർജനം ചെയ്യുന്ന അവയവത്താൽ കർമ്മം ചെയ്യും. പിന്നെ ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവം അല്ലെങ്കിൽ ലിംഗം. അപ്പോ ഈ 5 കർമ്മേന്ദ്രിയങ്ങളാണ് എല്ലാ പണിയും ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും നമ്മളെല്ലാം അധോഗതിയിലേക്ക് നയിക്കുന്നത് ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ 2 ഇന്ദ്രിയങ്ങളാണ്. ഒന്ന് നാവ് എന്ന് പറയുന്ന ജിഹ്വയും, രണ്ടാമത് ഉപസ്ഥവും. ഇത് രണ്ടുമാണ് രുചികൾ മാത്രം തേടി തേടി അലയുന്ന നമ്മള്, അതുപോലെ തന്നെ കാമത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മൾ. ഇങ്ങനെ ഈ 2 ഇന്ദ്രിയങ്ങളാണ് എപ്പോഴും അധോഗതിയിലേക്ക് കൂടുതൽ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഈ രാജസ അഹങ്കാരത്തിൽ നിന്ന്
5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവും. ആ 5 കർമ്മേന്ദ്രിയങ്ങൾക്കൊക്കെ ഇനി എന്ത് വേണം? ആ കർമ്മേന്ദ്രിയങ്ങൾക്കൊക്കെ അതിന്റെ ഓരോ അതിന്റെ ഗുണങ്ങളുണ്ട്, ഉപഗുണങ്ങളുണ്ട് ഓരോന്നിനും. എന്ന് വെച്ചാൽ ഇപ്പം ശബ്ദമുണ്ട്. നമ്മള് 5 കർമ്മേന്ദ്രിയങ്ങള് വാക്ക് കണ്ടു, പാണി കണ്ടു, പാദം കണ്ടു, പായ കണ്ടു, ഉപേസം. ഇതിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള 5 തന്മാത്രകൾ ഉണ്ടാവും. അടുത്തത് അതേതാണ്? താമസ അഹങ്കാരം. താമസ അഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുടെ അതിന്റെ എന്താ അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള പഞ്ചതന്മാത്രകൾ ഉണ്ടാവും. പഞ്ചതന്മാത്രകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ദേവിയുടെ പേര് തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അതേതൊക്കെയാണ് പഞ്ചതന്മാത്രകള്? രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം. 5 തന്മാത്രകൾ. അപ്പൊ ഏതൊക്കെ കണ്ടു നമ്മള്? മൂലപ്രകൃതി കണ്ടു നമ്മൾ ആദ്യമായിട്ട്. പ്രപഞ്ച സൃഷ്ടിയുടെ സനാതന ധർമ്മത്തിലെ സിദ്ധാന്തം ഒന്ന് ചുരുക്കി പറയാണ്. അപ്പോ മൂലപ്രകൃതിയിൽ നിന്നും മഹത്തത്വം, അത് ബുദ്ധിയാണ്, ബുദ്ധിതത്വമാണ്. മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഗുണങ്ങളുണ്ട്. 3 ഗുണങ്ങളില് ആദ്യത്തെ സാത്വിക അഹങ്കാര തത്വമാണ്. അതിൽ നിന്നും മനസ്സുണ്ടാവും. മനസ്സിന്റെ കൂടെ തന്നെ അതിൽ നിന്നുണ്ടാവുന്നതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങള്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ്, നാവ്, മൂക്ക്, ചെവി, ത്വക്ക് എന്നുള്ള നമ്മുടെ എല്ലാ ബാഹ്യമായിട്ടുള്ള ചേതനകളും നമുക്ക് കിട്ടുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവും. അങ്ങനെ രാജസ അഹങ്കാരമാണ് അടുത്തത്. അപ്പൊ 5 3 8 അല്ലെ? 8 1 9 ഇപ്പോ. അടുത്ത രാജസ അഹങ്കാരമാണ്. അതിൽ നിന്നും 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ കണ്ടു. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തതോ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള 5 പഞ്ചതന്മാത്രകൾ ഉണ്ടാവും. പഞ്ചതന്മാത്ര സായക എന്നൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഞ്ചതന്മാത്രകള്? പഞ്ചതന്മാത്രകളാണ് ഏതൊക്കെ? രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം. അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ തന്നെ വിഷയങ്ങളാണത്. കണ്ണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അതിന്റെ കണ്ണിന് രൂപം. നാവ് എന്ന് പറഞ്ഞാൽ രസം. അതുപോലെ തന്നെ മൂക്ക് എന്ന് പറഞ്ഞാൽ ഗന്ധം. ചെവി എന്ന് പറഞ്ഞാൽ ശബ്ദം. ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്പർശം. അപ്പൊ ഇതിന്റെ 5 എണ്ണമായി. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 തന്മാത്രകൾ, 15 എണ്ണമായി. അതിന്റെ കൂടെ മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം 18ആയി. ഒരു മനസ്സും ഉണ്ടായിരുന്നു. 19 തത്വങ്ങളായി പ്രപഞ്ചം നിർമ്മിക്കുക. ഇനി എന്താണ്? ഈ 5 ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള പഞ്ചതന്മാത്രകളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത്. പഞ്ചഭൂതങ്ങളാണെങ്കിലാണ് ഫിസിക്കൽ സൃഷ്ടി വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ്? പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം എന്നാണ്. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം. പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം. അപ്പോ പഞ്ചഭൂതങ്ങളായി. 19 5 24 തത്വങ്ങൾ. ഇതാണ് ഈ 24 തത്വവും ഒരു ശിവതത്വവും കൂടുമ്പോഴാണ് സാഖ്യദർശന പ്രകാരമുള്ള 25 തത്വങ്ങൾ ഈ സൃഷ്ടിക്ക് കാരണമാവുന്നത്. നമുക്കിതൊന്ന് കാണാം എങ്ങനെയാണെന്ന്. ശബ്ദം ഏതെന്നാണ് ഉണ്ടാവുന്നത്? ശബ്ദത്തിൽ നിന്നും ആകാശം, സ്പേസ്. ഓങ്കാരം, നാദധ്വനി എന്നൊക്കെ നമ്മൾ കേട്ടു. അവിടുന്ന് സ്പേസ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് സ്പർശത്തിൽ നിന്നും രണ്ടും കൂടിയിട്ട്. അപ്പോ ഈ ശബ്ദവും സ്പർശവും കൂടുമ്പോഴാണ് വായു. വായുവിനെ നമുക്ക് കേൾക്കാം, വായുവിനെ നമുക്ക് സ്പർശിക്കാം. ഇനിയോ ശബ്ദവും സ്പർശവും രൂപവും കൂടുമ്പോൾ അഗ്നി. 3ഉം കാണാം. രൂപവും ഉണ്ട് അഗ്നിക്ക്. അത് കഴിഞ്ഞ് ശബ്ദം, സ്പർശം, രൂപം, രസം. ഇത് കൂടുമ്പോൾ എന്തുണ്ടാവും? ജലമുണ്ടാവും. ജലത്തിന് രസമുണ്ട്. അത് കഴിഞ്ഞ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അത് കൂടുമ്പോൾ എന്തുണ്ടാവും? പൃഥ്വി. പൃഥ്വി തത്വത്തിന് ഗന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് പുതുമണ്ണിന്റെ മണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ 5 തത്വങ്ങള്, പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും. അപ്പോ നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മളൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ടു, കർമ്മേന്ദ്രിയങ്ങൾ കണ്ടു, 5 5 10. അത് കഴിഞ്ഞ് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള പഞ്ചതന്മാത്രകൾ കണ്ടു, 15. പഞ്ചതന്മാത്രയിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ഉണ്ടായി, 20. അതുപോലെ തന്നെ മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം 23, മനസ്സ് 24 അടിസ്ഥാന തത്വങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി. ഇത് സാഖ്യ ദർശന പ്രകാരം 24, പിന്നെ ശിവനുമാണ്. അപ്പോ 25 തത്വങ്ങൾ. ഇനി ഇത് ശാക്തേയമാവുമ്പോൾ എണ്ണം കൂടും. കാരണം ഈ 24 തത്വങ്ങളിൽ പിന്നെയും ഇതിനെ കൂട്ടും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ ഒന്നായി എടുക്കാം, കുറയ്ക്കും ചെയ്യാൻ വേണമെങ്കിൽ. പഞ്ചതന്മാത്രകളെ ഒന്നായിട്ട് എടുക്കാം, അത് പഞ്ചഭൂതങ്ങളെ ഒന്നായിട്ട് എടുക്കാം. അപ്പോ ഇതൊക്കെ ഇങ്ങനെ കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ 36 തത്വങ്ങളുള്ള ശാക്തേയ സമ്പ്രദായം ഉണ്ട്. അതുപോലെ തന്നെ 96 തത്വങ്ങളുള്ള ശൈവ സമ്പ്രദായം ഉണ്ട്. ഇങ്ങനെ പല തരത്തിലും തത്വങ്ങളെ വീണ്ടും വീണ്ടും
വീണ്ടും അതിനെ മൈക്രോ മാനേജ്മെന്റ് ചെയ്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ളത് 24 തത്വം ഒരു പരമശിവ തത്വവും കൂടിയിട്ടുള്ള 25 തത്വങ്ങളാണ് ഈ പ്രപഞ്ച നിർമ്മിതി. ഇതേ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള, അതുപോലെ രൂപം രസം ഗന്ധം എന്നുള്ള പഞ്ചതന്മാത്രകളും ഇതൊക്കെ കൂടിയാണ് പ്രപഞ്ചമാവുന്നത്. മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ തത്വങ്ങൾക്കൊക്കെ അധികയാണ് ദേവി. ഇതിനൊക്കെ അതിക്രമിച്ചവളാണ് ദേവി. കാരണം ദേവി തന്നെയാണ് മൂലപ്രകൃതി ഉണ്ടാവാനേ കാരണമായിരിക്കുന്നത്. ശുദ്ധബ്രഹ്മമായിരിക്കുന്ന സദാശിവന് പോലും ആ സൃഷ്ടി നടത്തണമെന്നുള്ള ആഗ്രഹം കൊടുക്കുന്നത് ദേവിയാണ്. അപ്പൊ ദേവിയാണ് ശക്തി. ആ ശക്തി എന്നും നിലനിൽക്കും. ഈ 24 തത്വങ്ങൾ പ്രളയത്തിൽ നശിച്ചു പോയാലും അതിലും അധികയായിട്ട് ആ ദേവി ഇരിക്കും. അതുകൊണ്ട് ദേവിയെ തത്വാധിക എന്ന് പറയുന്നു. പലതവണ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി കേൾക്കുക, ഒന്നുകൂടി ഒന്ന് എഴുതി വെക്കുക. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധം കിട്ടും. നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. 907 നാമം തത്വമയി. തത്വമയി. ഇവിടെ തത്വമയി എന്നുള്ള ശ്ലോകം തന്നെ ഒന്ന് ഓർത്തെടുക്കൂ. എവിടെ നമ്മൾ കണ്ടതെന്ന്? ഇതേ നാമം നമ്മള് 91 ശ്ലോകത്തില് കണ്ടിട്ടുണ്ട്. എവിടെയാണ്? തത്വാസനാ തത്വമയി പഞ്ചകോശാന്തരസ്ഥിത. പഞ്ചകോശങ്ങളെ കുറിച്ചും അപ്പൊ പറഞ്ഞതായിരുന്നു. തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത. അവിടെ തത്വാസന തത്വമയി. അപ്പൊ അവിടെ ഈ തത്വമയിയെ നമ്മള് 3 നാമങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു. അവിടെ ഏതൊക്കെയാണ്? ഓം തസ്മൈ നമ, ഓം തുഭ്യം നമ, ഓം അയ്യൈ നമ. അങ്ങനെ 3 നാമങ്ങളാക്കി. അപ്പോ തത്വം ഐ എന്നാക്കി മാറ്റി നമ്മളവിടെ. എന്നിട്ട് 3 നാമങ്ങള് ദേവിയുടെ ആക്കിയിരുന്നു. 91 ശ്ലോകത്തിലെ എത്രാമത്തെ നാമങ്ങളാണ്? തത്വം ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ദേവിയുടെ 3 നാമങ്ങള് അവിടെ നമ്മൾ കണ്ടു. 425 മുതൽ 427 വരെയുള്ള 3 നാമങ്ങളായിരുന്നു അത് 3. അത് തന്നെ ആ തത്വമായി തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ തത്വത്തിന് കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതകൾ ഇതിന്റെ അർത്ഥം പറയുന്നത്. തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ. അവിടെ അത് ബ്രഹ്മം ആണ് എന്നാണ് കാണിച്ചു തന്നത് നമുക്ക്. ഇവിടെ എന്താണ്? തത്വമയി എന്ന് പറഞ്ഞാൽ തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ. ആ തത്വം തന്നെ രൂപമായ. നേരത്തെ എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ നാമം ഏതായിരുന്നു? തത്വാധിക. തത്വാധിക എന്ന് പറയുമ്പോൾ തത്വത്തിനെയും അതിക്രമിച്ചവളായിരുന്നു. ഇപ്പൊ തത്വമയി എന്ന് പറഞ്ഞാൽ തത്വങ്ങളായിരിക്കുന്നതും ദേവി തന്നെ. അപ്പോ ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാം ദേവി തന്നെയാണ്. മുൻ നാമത്തിലെ 24 തത്വങ്ങളാണെങ്കിലും 36 തത്വങ്ങളാണെങ്കിലും 96 തത്വങ്ങളാണെങ്കിലും ഈ തത്വങ്ങളൊക്കെ ആര് തന്നെയാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ തത്വമയി എന്ന് പറയുന്നു. അപ്പോ ദേവി തത്വമയിയാണ്. തത്വമായിട്ട് രൂപാന്തരം പ്രാപിച്ച ദേവി തന്നെയാണ്. അതുകൊണ്ട് തത്വമയി. ഇനി ഇത് ശരിക്കും തത്വമസി തന്നെയാണ്. ഇവിടെ അതിനെ ഒന്ന് മാറ്റിയാൽ മതി. തത്വം ഐ. അവിടെ അസി എന്ന് പറയുന്നു, ഇവിടെ ഐ എന്ന് പറയുന്നു. ഹേ ദേവി, അല്ലയോ ദേവി, ഐ എന്താണ്? തത് ആ ബ്രഹ്മം, ത്വം നിന്തിരുവടി തന്നെയാകുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി എന്ന്, ബ്രഹ്മാണ്ടം നിർമ്മിച്ചിരിക്കുന്ന ബ്രഹ്മസ്വരൂപിണി ദേവി തന്നെയാണ് എന്ന് തത് ത്വം ഐ എന്നുള്ള രൂപത്തിലും ഈ 907 നാമത്തിൽ എടുക്കാം. തത്വമയി എന്ന ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തത്വങ്ങളും ദേവിയിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത്. എല്ലാ തത്വങ്ങളും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി തത്വമയി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 908 നാമം തത്വമർത്ഥസ്വരൂപിണി. തത്വമർത്ഥസ്വരൂപിണി. ഇവിടെ തത്വമസി എന്ന മഹാവാക്യത്തില് എന്തൊക്കെയാണുള്ളത്? തത് ത്വം 2 അപ്പോ തത് ത്വം. ഇവിടെ തത് ത്വം ഈ 2 പദങ്ങളും തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ആ ബ്രഹ്മ ചൈതന്യത്തെയാണ് കാണിക്കുന്നത്. ത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജീവാത്മാവിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് ആ ബ്രഹ്മ ചൈതന്യം. അത് നീയാകുന്നു. ശബരിമലയിൽ തത്വമസി എന്ന് എഴുതി കഴിഞ്ഞാൽ ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാനല്ല തത്വമസി. ആ ബ്രഹ്മം നീയാകുന്നു അയ്യപ്പ എന്നല്ല. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. തത്വം 18 പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഹ്മവും ഈ ജീവനും, നിന്നിലിരിക്കുന്ന ഈ ജീവനും
ഒന്നാകുന്നു എന്നുള്ള തത്വമാണ് ഇവിടെ. അപ്പൊ തത്വമർത്ഥ സ്വരൂപിണി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ശരിക്കും ശിവചൈതന്യവും ജീവചൈതന്യവും ഒന്നായ ഐക്യസ്വരൂപമാണ്. അത് ദേവി തന്നെയാണ്. അപ്പൊ നാമായിട്ട് ആ ശിവചൈതന്യവും ആ അതുപോലെ തന്നെ നമ്മിലിരിക്കുന്ന ജീവചൈതന്യവും ഒന്നായിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് ദേവിയുടെ കടാക്ഷമാണ്, ദേവീ ചൈതന്യമാണ്. അത് രണ്ടും ഒന്നാണെന്ന് കാണിച്ചു തരുന്നവളാണ് ദേവി. അതുകൊണ്ട് ആ ചൈതന്യ സ്വരൂപിണി ദേവിയാണ്. അതുകൊണ്ട് തത്വമർത്ഥ സ്വരൂപിണി. അപ്പൊ ഇവിടെ എന്താണ്? ബ്രഹ്മചൈതന്യവും ജീവചൈതന്യവും ഒന്ന് തന്നെയാണ്. ആ ഒന്നായിരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. ദേവിയുടെ സ്വരൂപം തന്നെയാണ്. തത്വമസി എന്ന മഹാവാക്യത്തിലെ ആ തത്വത്തിന്റെ അർത്ഥമായിട്ട് വിളങ്ങുന്നത് ദേവി തന്നെയാണ്. നമ്മുടെ ശരീരത്തില് ആ ചൈതന്യമായിട്ട് ആ സ്വരൂപത്തോട് ഇരിക്കുന്ന ദേവി. അതുകൊണ്ട് ദേവിയെ തത്വമർത്ഥ സ്വരൂപിണി എന്ന് പറയുന്നു. അപ്പോ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോ തത്വമയി എന്ന് പറഞ്ഞാലും തത്വാധിക എന്ന് പറഞ്ഞാലും തത്വമർത്ഥ സ്വരൂപിണി എന്ന് പറഞ്ഞാലും, ഇപ്പോ ആദ്യം തത്വാധിക എന്ന് പറഞ്ഞപ്പോൾ നമ്മള് 24 തത്വങ്ങൾ കണ്ടു. അതുണ്ടാക്കിയത് ദേവിയാണ് എന്ന് കണ്ടു. അതിലും മേളിലാണ് ദേവി എന്ന് കണ്ടു. തത്വമയി എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ 24 തത്വങ്ങളും ദേവി തന്നെയാണെന്ന് കണ്ടു. ഇനി ഈ 24 തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജീവൻ, ആ ജീവൻ അകത്തിരിക്കുന്ന ആ ചൈതന്യം, അത് തത്വമസി, ആ ചൈതന്യം നീ തന്നെയാകുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ആ ചൈതന്യ സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തത്വമർത്ഥ സ്വരൂപിണി, ആ തത്വങ്ങൾക്ക് അർത്ഥമായിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്, ആ ചൈതന്യമായിട്ടുള്ളത്. അതുകൊണ്ട് തത്വമർത്ഥ സ്വരൂപിണി. ഇനി 909 നാമം സാമഗാനപ്രിയ. സാമഗാനപ്രിയ, സാമഗാനം സാമവേദ ഗാനമായിട്ട് പാടുന്നത് വളരെ പ്രിയമായവൾ. അപ്പൊ സാമവേദ ഗാനം, സാമവേദ മന്ത്രങ്ങള് വളരെ സംഗീതാത്മകമായിട്ട് ജപിക്കാൻ പറ്റും. മറ്റുള്ള വേദങ്ങളൊന്നും സംഗീതാത്മകമായിട്ടുള്ള അതിന്റെ ചിട്ടയ്ക്കനുസരിച്ചാണ് ജപിക്കേണ്ടത്. സാമവേദ മന്ത്രങ്ങള് വളരെ സംഗീതാത്മകമായിട്ട് ജപിക്കാം. അപ്പോ ആ സാമഗാനം കേട്ട്, ആ മന്ത്രങ്ങളും ആ ജപങ്ങളും കേട്ട് അതീവ പ്രീതിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സാമഗാനപ്രിയ എന്ന് പറയുന്നു. ഇവിടെ സംഗീത രസികയായിട്ടുള്ള ലളിതാംബികയാണ് ഈ സാമഗാനങ്ങളെ കൊണ്ടൊക്കെ പാടി രസിപ്പിക്കുമ്പോ ദേവി അങ്ങനെ വളരെ സന്തോഷവതിയായിരിക്കും. കാളിദാസൻ ശ്യാമളാദേവിയെ ജയമാതംഗതനയെ, ജയ നീലോൽപലദ്യുതേ, ജയ സംഗീതരസികേ, ജയ ലീലാശുഖപ്രിയേ എന്നാണ്, ജയ സംഗീതരസികേ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോ ആ സംഗീതത്തില് അതീവ രസമുള്ള ആ ദേവി, നമുക്കറിയാം ദേവിയുടെ ആ മൊഴി മാത്രം മതി സരസ്വതിയുടെ വീണ പോലും നിശബ്ദമാക്കിയിട്ട് പൊടി തട്ടി സരസ്വതി ദേവി സ്ഥലം വിടാൻ. കച്ചപി വീണയ്ക്ക് പോലും തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള അത്രയും മനോഹരമായിട്ടുള്ള വാണിയാണ് ദേവിയുടെ. അപ്പൊ ദേവി എത്ര സംഗീതത്തിൽ പ്രിയമുള്ളവളായിരിക്കും. അതുകൊണ്ട് ദേവി സാമഗാനപ്രിയ, സാമവേദ മന്ത്രങ്ങൾ നന്നായിട്ട് ജപിച്ച് അത് സംഗീത രസത്തോടു കൂടി ജപിക്കുമ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് സാമഗാനപ്രിയ. ഇനി 910 നാമം സൗമ്യ. ഇവിടെ സൗമ്യ എന്നും പറയാം, സൗമ്യ എന്നും പറയാം. രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ സൗമ്യ സോമനെ സംബന്ധിച്ചതാണ്. സൗമ്യം അല്ലെങ്കിൽ സൗമ്യം എന്ന് പറഞ്ഞാൽ സോമനെ സംബന്ധിച്ച്. എന്താ ഈ സോമൻ? സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനും സോമനാണ്, അതുപോലെ തന്നെ ശിവനും സോമനാണ്. എങ്ങനെ? ശരിക്കും ഇതിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഈ ചന്ദ്രനും ശിവനും ഒക്കെ ഈ സോമൻ എന്നുള്ള അർത്ഥം കിട്ടിയത് അവരുടെ ഗുണം കൊണ്ടൊന്നുമല്ല. അത് ആരുടെ കഴിവുകൊണ്ടാണ്? ദേവിയുടെ ഗുണം കൊണ്ടാണ്. ഉമയാ സഹവർത്തേതി സോമഹ എന്നാണ്. ഉമയാ സഹവർത്തേതി സോമയ. ഉമയുടെ കൂടെ സഹവർത്തിക്കുന്നവൻ ആരോ അവൻ സോമൻ. അപ്പൊ നമ്മളുടെ അർത്ഥങ്ങളൊക്കെ മുഴുവൻ മാറിപ്പോവാണ്. നമ്മള് ചന്ദ്രന്റെ പര്യായമാണ് അല്ലെങ്കിൽ ശിവന്റെ പര്യായമാണെന്നൊക്കെ പറയും. പക്ഷെ ഉമയോട് കൂടി ഇരിക്കുന്നവൻ ആരോ അവനാണ് സോമൻ. അപ്പോ ശിവൻ സോമനാണ്, അർദ്ധനാരീശ്വരനാണ്, ഉമയോട് ചേർന്നിരിക്കുന്നവനാണ്. അതുകൊണ്ട് ശിവൻ ഇപ്പോ ഉമയോട് കൂടി ഇരിക്കുന്നവനാണ്, അതുകൊണ്ട് സോമൻ. അപ്പൊ ശിവൻ സോമനാണ്. അപ്പോ ചന്ദ്രനോ? ചന്ദ്രൻ നമ്മൾ കണ്ടു, അഷ്ടമീ ചന്ദ്ര വിഭ്രാജ തളികസ്ഥല ശോഭിത എന്നാണ്. ദേവിയുടെ നെറ്റിത്തരം തന്നെ ചന്ദ്രനാണെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ദേവിയുടെ മുടിയിൽ ചന്ദ്രക്കലയുണ്ട്. അപ്പോ ദേവി, ചന്ദ്രൻ എപ്പോഴും ദേവിയോട് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടും ദേവി എന്താണ്, ചന്ദ്രൻ എന്താണ്, സോമൻ എന്നറിയപ്പെടുന്നു. അപ്പോ ശരിക്കും ഇവിടെ അർത്ഥം എടുക്കുകയാണെങ്കിൽ വളരെ ഈ സൗമ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വളരെ സൗമ്യ ശീലമുള്ളവൾ, അത് ചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ശീതളമായിട്ടുള്ള ചന്ദ്രൻ, ആ ശീതളിമ, ആ ചന്ദ്രന്റെ ഗുണമാണ് സൗമ്യത. ആ സൗമ്യത ഗുണമായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സൗമ്യ എന്ന് പറയുന്നു. അപ്പോ സോമരസം എന്താണെന്ന് പെട്ടെന്ന് അപ്പൊ ആർക്കെങ്കിലും മനസ്സിലുണ്ടാവും. അത് ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സു എന്ന ധാതുവിൽ നിന്നാണ് അത്രേ പണ്ഡിതന്മാര് പറയുന്നത് ഈ സോമം എന്നുള്ളത് ഇരിക്കുന്നത്. അപ്പൊ സു എന്ന ധാതു പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക. സോമം എന്ന് പറഞ്ഞാൽ, സോമ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോ സോമലതയെ പിഴിഞ്ഞെടുക്കുന്ന ദ്രാവകമാണ് സോമരസം. അതൊരു പ്രക്രിയയാണ്. അത് ഈ ഉമയോട് കൂടി ചേർന്നിരിക്കുന്നതായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമുക്കിവിടെ ചന്ദ്രനെയും അതുപോലെ തന്നെ ശിവനെയും എടുത്താൽ മതി. സൗമ്യ എന്ന് പറയുമ്പോൾ ആ ശിവന്റെ അല്ലെങ്കിൽ ശിവനോട് ചേർന്നിരിക്കുന്നവൾ സൗമ്യ, ചന്ദ്രനോട് ചേർന്നിരിക്കുന്നവൾ സൗമ്യ, ചന്ദ്രന്റെ ശീതളിമയുള്ള ശാന്ത സ്വഭാവമായിരിക്കുന്നവൾ സൗമ്യ. ഈ അർത്ഥങ്ങളൊക്കെ ഇവിടെ ഈ 910 നാമത്തില് സൗമ്യ എന്നുള്ളതിനെടുക്കാം. അപ്പോ ചന്ദ്രനോട് ചേർന്നിരിക്കുന്നവൾ, സൂര്യനോട് ചേർന്നിരിക്കുന്നവൾ, അല്ലെ, ശിവനോട് ചേർന്നിരിക്കുന്നവൾ, അതുപോലെ തന്നെ ചന്ദ്രന്റെ ഗുണമായിട്ടുള്ള ശാന്ത സ്വഭാവമായിരിക്കുന്ന ആ കുളിർമയോട് കൂടിയിരിക്കുന്ന ദേവി, അതിനെ സൗമ്യ എന്ന് പറയുന്നു. അപ്പോൾ ഓം സൗമ്യായേ നമ എന്ന് പറഞ്ഞ അടുത്ത നാമത്തിലേക്ക് നമുക്ക് പോവാം. സദാശിവ കുടുംബിനി. വീണ്ടും സദാശിവ കുടുംബിനി. ശിവം എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളം. അതാണ് വളരെ, നമ്മൾ എപ്പോഴും പറയും, രാമായണം ബാലകാന്ഡം അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ രാമായണം മുഴുവൻ എല്ലാം ദുഃഖമാണ്. സീത പോകുന്നു, അത് കഴിഞ്ഞാൽ വനത്തിൽ മുഴുവൻ അന്വേഷിച്ച് നടക്കണം. അത് കഴിഞ്ഞാൽ ആരെ കാണുമ്പോഴാണ് ശിവന്റെ അവതാരമായിട്ടുള്ളതാണ് ആര്? ശങ്കർ സ്വയം എന്നാണ് പറയേണ്ടത്. ശങ്കർ സുവൻ കേസരി നന്ദൻ എന്നാണ് പറയുന്നത് തുളസിദാസ്. അപ്പോ പണ്ഡിതന്മാർ പറയത്രേ ശങ്കർ സ്വയം കേസരി നന്ദൻ എന്നാണ് എഴുതേണ്ടത്. അതായിരിക്കും തുളസിദാസ് എഴുതിയിട്ടുള്ളത്. ഇത് പ്രാസം ഒപ്പിക്കാൻ ശങ്കർ സുവൻ കേസരി നന്ദൻ എന്നാക്കിയതാവുന്നു. അപ്പൊ എന്തായാലും ശിവൻ തന്നെയാണ് ഹനുമാൻ. ആ ഹനുമാനെ കാണുന്നതോടുകൂടിയാണ് എല്ലാം മംഗളകരമായിട്ട് പിന്നെ പരിണമിക്കുന്നത്. അപ്പോ ശിവൻ എന്ന് പറഞ്ഞാൽ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. അപ്പൊ സദാശിവന്റെ കുടുംബം, എപ്പോഴും മംഗളരൂപിയായിരിക്കുന്ന ശിവന്റെ പത്നിയായവൾ, ഭാര്യയായവൾ, ഇതാണ് സദാശിവ കുടുംബിനി. ആ സദാശിവ കുടുംബിനിയായിട്ടുള്ള, സദാശിവ പത്നിയായിരിക്കുന്ന, സർവമംഗള മാംഗല്യായിരിക്കുന്ന ദേവി, അതാണ് സദാശിവ കുടുംബിനി. അപ്പൊ ഇവിടെ സദാശിവൻ എന്ന് പറഞ്ഞാൽ പരമശിവന്റെ പത്നി എന്നുള്ളത് മാത്രമല്ല, സർവമംഗള മാംഗല്യ എന്നാണ് അർത്ഥം. എല്ലാ മംഗളങ്ങളുടെയും വിളനിലമായിട്ടിരിക്കുന്ന ആ ദേവിയാണ്, ഗൗരിയാണ് ഇവിടെ സദാശിവ കുടുംബിനി. അപ്പോ ഇനി മംഗളകരമായിട്ടുള്ള മന്ത്രസമൂഹം, ആ മന്ത്രസമൂഹം ജപിക്കുന്ന ദേവതകൾ, ആ ദേവതകളാൽ ആവൃതം, ശ്രീവിദ്യാ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വരൂപം തന്നെയാണ്, ശ്രീവിദ്യാ മന്ത്ര സ്വരൂപം തന്നെയാണ് ആ മന്ത്ര സമൂഹത്തിനും എന്ത് പറയാം? സദാശിവം എന്ന് പറയാം. അപ്പോ ആ സ്വരൂപം എന്താണ്? ദേവി തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ എടുക്കാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. മംഗളസ്വരൂപിയായിട്ടുള്ള ശിവന്റെ അർദ്ധാംഗിനിയായിട്ടുള്ള, പത്നിയായിട്ടുള്ള, കുടുംബിനിയായിട്ടുള്ള ദേവിയാണ് ഇവിടെ സർവമംഗള മംഗല്യായിട്ടുള്ള സദാശിവ കുടുംബിനിയായ ഗൗരി. ആ ഗൗരിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് അങ്ങനെ 168 ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് 169 ശ്ലോകത്തിലേക്ക് പോവാം. സവ്യാവസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥാ സ്വഭാവമധുര ധീരാധീര സമർച്ചിത. സവ്യാവസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥാ സ്വഭാവമധുര ധീരാധീര സമർച്ചിത. ഇവിടെ സവ്യ അപസവ്യ മാർഗസ്ഥ, സവ്യമാർഗവും അപസവ്യമാർഗവും ഒരു നാമമാണ്. സർവ ആപദ് വിനിവാരിണി. ഇവിടെ ദ എന്നും വി എന്നും കൂട്ടി വായിക്കുമ്പോ ന എന്നും ന എന്നുള്ള അക്ഷരം, നിവാരിണി എന്ന് പറയുമ്പോൾ നീ എന്നേ വരുള്ളൂ, ന എന്നേ വരുള്ളൂ. പക്ഷെ ഇവിടെ ന എന്നുള്ള അക്ഷരം വരണം. അപ്പോ സർവാപദ് വിനിവാരിണി എന്ന് തന്നെ വായിക്കണം.
വിശേഷണ നിവാരണം ചെയ്യുന്നവളാണ് ദേവി. വെറുതെ നിവാരണം ചെയ്യല്ല ചെയ്യുന്നത്. നമുക്ക് അർത്ഥം, ശ്ലോകത്തിന്റെ ഓരോ അർത്ഥം കാണുമ്പോൾ നോക്കാം. 912 നാമം സവ്യാപസവ്യ മാർഗസ്ഥ. അപ്പോ സവ്യ അപസവ്യ, സവ്യാപസവ്യ മാർഗസ്ഥ എന്ന് ചൊല്ലുമ്പോ വ്യക്തമായിട്ട് ചൊല്ലണം. സവ്യാപസവ്യ മാർഗസ്ഥ. സവ്യവും അപസവ്യവും മാർഗവും മൂന്നായിട്ട് എടുക്കാം. സവ്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, അപസവ്യം എന്ന് പറഞ്ഞാൽ ലയം. ഇതിന്റെ ഇടയ്ക്ക് എന്താണുള്ളത്? മാർഗം, സ്ഥിതി. വ്യത്യസ്ത അർത്ഥങ്ങളാണ്. അപ്പൊ ഇവിടെ സവ്യം, അപസവ്യം, മാർഗം. അപ്പൊ സൃഷ്ടി, ലയം, സ്ഥിതി, ഇത് മൂന്നും ചെയ്യുന്നവളാണ്. സൃഷ്ടി സ്ഥിതി ലയകാരിണിയാണ് ദേവി. സവ്യ അപസവ്യ മാർഗസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോ സവ്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, അപസവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി, മാർഗം ലയം, മാർഗം എന്ന് പറഞ്ഞാൽ സ്ഥിതി. പഞ്ചകൃത്യപരായണ എന്ന ദേവിയുടെ നാമം വീണ്ടും വീണ്ടും നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയാണ് ദേവിയുടെ കൃത്യങ്ങള്? ഒന്ന് സൃഷ്ടി, രണ്ടാമത് സ്ഥിതി, മൂന്നാമത് ലയം. സംഹാരം എന്നതിനേക്കാളും ഉചിതമായിട്ടുള്ള വാക്കാണ് ലയം. ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം തന്നിലേക്ക്. പ്രളയത്തില് സൃഷ്ടി, സ്ഥിതി, ലയം. അത് കഴിഞ്ഞാൽ തിരോധാനം. എല്ലാ അഗ്നിയും തന്നിലേക്ക് ഒതുക്കി വെക്കും. പിന്നെ ദേവി മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും കാണില്ല. സൃഷ്ടി, സ്ഥിതി, ലയം, തിരോധാനം. അത് കഴിഞ്ഞ അനുഗ്രഹം. എപ്പോഴാണോ വേണ്ടത് വീണ്ടും സൃഷ്ടിച്ചതിനെ കൊണ്ടുവരാൻ ദേവിക്ക് പറ്റും. ഇതാണ് പഞ്ചകൃത്യങ്ങള്. സൃഷ്ടി, സ്ഥിതി, ലയ, തിരോധാന, അനുഗ്രഹം. സൃഷ്ടി, സ്ഥിതി, ലയ, തിരോധാന, അനുഗ്രഹങ്ങളാണ് പഞ്ചകൃത്യം. അതുകൊണ്ട് ദേവിയെ പഞ്ചകൃത്യപരായണ എന്നുള്ള നാമത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സൃഷ്ടിയും സ്ഥിതിയും ലയവും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? സവ്യ അപസവ്യ മാർഗസ്ഥ എന്ന്. ഇനി മാർഗം, ഓരോ പദ്ധതികളുണ്ട്. സവ്യമാർഗം, അപസവ്യമാർഗം, ഇങ്ങനെ രണ്ട് മാർഗം. അപ്പൊ മാർഗം എന്നുള്ളത് ഒരു വേർഡായി വരും അവിടെ. സവ്യമാർഗവും അപസവ്യമാർഗവും. സവ്യം എന്ന് നമ്മൾ ഈ വാക്ക് ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. സചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത. അവിടെ ഒരു സവ്യം കണ്ടു നമ്മള്. ഇപ്പൊ സവ്യം എന്ന് പറഞ്ഞാൽ ഉത്തരം, അപസവ്യം എന്ന് പറഞ്ഞാൽ ദക്ഷിണം. ഇതൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മ വരണം. സവ്യാപസവ്യ മാർഗസ്ഥ എന്ന് പറയുന്നതും സചാമര രമാവാണി സവ്യ ദക്ഷ, ഒറ്റ നാമായിരുന്നു. സചാമര, ചാമരങ്ങളെ കൊണ്ട് രമയും വാണിയും എന്താ ചെയ്യുന്നത്? ദേവിയെ ഇടതും വലതും നിന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ഇടതും വലതും എന്ന് പറഞ്ഞ പോലെ ഉത്തരവും ദക്ഷിണവും. ഉത്തരം എന്ന് പറഞ്ഞാൽ ഇടത്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്. അപ്പോ സവ്യം എന്ന് പറഞ്ഞാൽ ഉത്തരം, ഉത്തരമാർഗം, ഇടത് മാർഗം സവ്യമാർഗം എന്ന് പറഞ്ഞാൽ. അപസവ്യമാർഗം എന്ന് പറഞ്ഞാൽ ദക്ഷിണമാർഗവും വലത് മാർഗം. കമ്മ്യൂണിസ്റ്റും BJP ഒന്നും അല്ല കേട്ടോ. സവ്യമാർഗവും അപസവ്യമാർഗവും. ഇപ്പൊ ഇവിടെ എന്താണ് ഈ സവ്യമാർഗം എന്ന് പറഞ്ഞാൽ? സമയാചാരം, സമയാചാര തൽപര എന്ന ദേവിയുടെ നാമം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോ സമയാചാര മാർഗം, രണ്ട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടത് ദേവിയുടെ ഉപചാരത്തിന്. കൗളമാർഗവും സമയമാർഗവും. അപ്പോ സവ്യമാർഗം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഉത്തരമാർഗമാണ്, സമയാചാര മാർഗമാണ്. അപസവ്യമാർഗം എന്ന് പറഞ്ഞാൽ ദക്ഷിണമാർഗമാണ്, കൗളാചാര മാർഗമാണ്. അപ്പൊ കൗളാചാര മാർഗം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ തരത്തില് ദേവിയെ ആരാധിക്കുക. മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ബാഹ്യമായിട്ട് രൂപമുണ്ടാക്കിയിട്ട് ദേവിയെ ആരാധിക്കുന്നതാണ്. അതേസമയത്ത് സമയാചാരം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള മാനസ പൂജയാണ്. വളരെ ഔന്നത്യത്തിലുള്ള ആചാരമാണത് സമയാചാരം. ഇപ്പോൾ നമ്മൾ ശിവമാനസ പൂജയൊക്കെ കണ്ടതായിരുന്നു ആ സമയത്ത്. സമയാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സുകൊണ്ടുള്ള അർച്ചനയാണ്. വളരെ ഉന്നതമായിട്ടുള്ള അർച്ചനയാണ്. അത് സമയാചാര മാർഗം. അതേസമയത്ത് കൗളാചാര മാർഗം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള അർച്ചനയാണ്. ഇത് ചുരുക്കത്തിൽ പറയാണ് ഈ രണ്ട് മാർഗത്തിനെയും. അപ്പോ സവ്യമാർഗം എന്ന് പറഞ്ഞാൽ സമയാചാര മാർഗവും, അപസവ്യ മാർഗം എന്ന് പറഞ്ഞാൽ കൗളാചാര മാർഗവും. ഈ രണ്ട് മാർഗങ്ങളും സവ്യവും അപസവ്യവും മാർഗസ്ഥ. ഇത് രണ്ടും ദേവി തന്നെയാണ് എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ സവ്യ അപസവ്യ മാർഗസ്ഥ എന്ന് ദേവിയെ പറയുന്നത്. ഇനി വീണ്ടും പറയുകയാണെങ്കിൽ സവ്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കുണ്ടലിനി രൂപത്തിലേക്ക്, നാഡികളിലേക്ക് പോവുകയാണെങ്കിൽ സവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടാ നാഡിയെ സവ്യം എന്ന് പറയുന്നു, സവ്യനാഡി എന്ന് പറയുന്നു. അപസവ്യ നാഡി എന്ന് പറഞ്ഞാൽ പിംഗള നാഡി എന്ന് പറയുന്നു. മാർഗം എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ളത്, അതിനെന്ത് പറയുന്നു? സുഷുമ്ന എന്ന് പറയുന്നു. അപ്പോ ഇട പിംഗള നാഡിയിലൂടെ പ്രാണവായുവും
സുഷ്മുനയിലൂടെ സുഷുമ്നയിലൂടെ സുഷുമ്നയിലൂടെ ഇട പിങ്കള സുഷുമ്ന, സുഷുമ്നയിലൂടെ ഈ കുണ്ടലിനി ശക്തിയും ഇടയും പിങ്കളയും നിരോധിച്ചിട്ട് ആ യോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പ്രാണൻ നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്നും അതിന്റെ സഹസ്രാരത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു. അവിടെയാണ് ആ മൂന്നും, അപ്പൊ ദേവിയുടെ സഞ്ചാര മാർഗങ്ങളാണിത്. ഏതൊക്കെ? സവ്യവും അപസവ്യവും മാർഗവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാനാടിയും പിങ്കളാനാടിയും സുഷുമ്നയും ദേവിയുടെ സഞ്ചാര മാർഗങ്ങളാണ്. അതുകൊണ്ടും ദേവിയെ സവ്യ അപസവ്യ മാർഗസ്ഥ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ നമുക്ക് ശരിക്കും സൃഷ്ടിസ്ഥിതി സംഹാരം എന്നുള്ളതോ അല്ലെങ്കിൽ ലയം എന്നുള്ളതോ അല്ലെങ്കിൽ സമയാചാര മാർഗമെന്നോ കൗളാചാര മാർഗമെന്നോ ഒക്കെ ഈ അർത്ഥമായിട്ട് എടുക്കാം. അതൊക്കെയാണെങ്കിലും അത് തന്നെയാണ്. ദേവി ഏത് രീതിയിലുള്ള ആരാധന എടുക്കുകയാണെങ്കിലും സവ്യ അപസവ്യങ്ങളിലെല്ലാം, ഇനിയിപ്പോ ഉത്തരത്തിലാണെങ്കിലും ദക്ഷിണത്തിലാണെങ്കിലും ഒക്കെ ദേവിയെ, കശ്മീര ദേശത്താണെങ്കിലും അതുപോലെ തന്നെ കേരള ദേശത്താണെങ്കിലും ദേവി ആരാധിക്കുന്ന മാർഗങ്ങളൊക്കെ എല്ലാം ദേവി തന്നെയാണ്. ദേവിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ദേവിയെ സവ്യ അപസവ്യ മാർഗസ്ഥ എന്ന് പറയുന്നു. ഇനി 913 നാമം സർവാപദ് വിനിവാരിണി. സർവാപദ് വിനിവാരിണി. അപ്പൊ അത് വായിക്കുമ്പോ തിരുമേനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സർവാപദ് വിനിവാരിണി എന്ന് പറയണം. സർവ പ്ലസ് ആപത്ത് പ്ലസ് വിനിവാരിണി. സർവ ആപത്തുക്കളെയും വിശേഷേണ നിവാരണം ചെയ്യുന്നവൾ. ഇപ്പൊ സർവാപത് നിവാരിണി എന്ന് പറഞ്ഞാൽ സർവാപത് നിവാരിണി എന്നേ വേണ്ടുള്ളൂ. സർവാപദ്വി നിവാരിണി എന്ന് പറയുമ്പോൾ നിവാരിണി ആവില്ല, വി എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. വിനിവാരിണി എന്നാണ്. എല്ലാ ആപത്തുക്കളെയും വിശേഷേണ നന്നായിട്ട് നീക്കിത്തരുന്നവൾ. ഇനി ആപത്തുക്കൾ എന്തൊക്കെയാണ്? നമ്മള് കണ്ടതാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ദൈവികം, ഇങ്ങനെ 3 തരത്തിലുള്ള താപത്രയങ്ങളാണുള്ളത്. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഇവിടെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാവുന്ന എല്ലാ പീഡകളും ആണ് ആധ്യാത്മികം. അപ്പോ നമ്മൾ തനിയെ ഉണ്ടാവുന്നത്, ഇപ്പൊ രോഗം വരുന്നു, വാർദ്ധക്യം വരുന്നു, വിശപ്പുണ്ടാവുന്നു, ദാഹമുണ്ടാവുന്നു, വേദനകൾ ഉണ്ടാവുന്നു, കാമക്രോധ ലോഭ മത മാത്സര്യാദി വസ്തുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നു, ഭയമുണ്ടാവുന്നു, ഉത്കണ്ഠയുണ്ടാവുന്നു, വിഷാദമുണ്ടാവുന്നു, ദുഃഖമുണ്ടാവുന്നു. ഇതൊക്കെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നതാണ്. അപ്പോ ഇതൊക്കെ എന്താണ്? ആധ്യാത്മികം എന്നുള്ള ആ പദ്ധതിയില്, താപത്രയത്തില് അവിടെ നമുക്ക് കണക്കാക്കാം. ഇനി ആദി ഭൗതികം, ഭൗതികമായിട്ടുള്ള ആദികള്. എന്തൊക്കെ ആദികളാണ്? മനുഷ്യര്, അതുപോലെ തന്നെ ശത്രുക്കള്, പിന്നെ ജീവജന്തുക്കള്, വിഷജന്തുക്കള്, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന താപങ്ങൾ. അപ്പൊ നമ്മളല്ല, നമ്മളിലും പുറത്തുനിന്നുണ്ടാവുന്ന കൊണ്ട് നമ്മളുടെ ദേഹത്തിനോ മനസ്സിനോ ഉണ്ടാവുന്ന താപങ്ങളാണ് ആദി ഭൗതികം എന്ന് പറയുന്നത്. ആധി എന്നാണ്, അത് ഓർക്കണം. ആദിയും വ്യാധിയും ഇല്ലാത്ത ആദിയാണ് ഇവിടെ, ആദി എന്നുള്ളതല്ല. അപ്പോ ആദി ഭൗതികം. ഇനി ആദി ദൈവികം എന്ന് പറഞ്ഞാലോ? ദൈവികം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഇത് നമ്മളാലല്ല, നമ്മുടെ ശരീരത്താലല്ല, ഇവിടെയുള്ള ഒബ്ജക്റ്റുകളാലല്ല, പിന്നെ എന്തുകൊണ്ടുള്ളതാണ്? നമ്മളുടെയൊക്കെ കൺട്രോളിനും പുറത്തുള്ള വസ്തുക്കളാൽ, പ്രകൃതി ശക്തി. ഞങ്ങൾ ഇൻഷുറൻസ് ഭാഷയിൽ അതിന് എന്ത് പറയും? ആക്ട് ഓഫ് ഗോഡ് പെരിൽസ് എന്ന് പറയും. AOG, ആക്ട് ഓഫ് ഗോഡ് പെരിൽസ്. എന്തൊക്കെയാണത്? ഭൂകമ്പം, വെള്ളപ്പൊക്കം, വരൾച്ച, കൊടുങ്കാറ്റ്, അഗ്നിപർവ്വതം, ഇതൊക്കെ ആക്ട് ഓഫ് സുനാമി, ഇതൊക്കെ ആക്ട് ഓഫ് ഗോഡ് പെരിൽസ് ആണ്. ഇതൊന്നും പ്രകൃതി ശക്തികളാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന എല്ലാ പീഡകൾക്കും എന്ത് പറയുന്നു? ആദി ദൈവികം എന്ന് പറയുന്നു. അപ്പോ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം, ഇങ്ങനെ 3 താപത്രയ വിനാശായ എന്ന് പറയുന്നത്. ആ താപത്രയങ്ങളൊക്കെ സർവാപദ് വിനിവാരിണി, നിശേഷം ദേവിയുടെ നാമജപം കൊണ്ട് മാറ്റിത്തരാം എന്നാണ് പറയുന്നത്. കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞിരുന്നു, തുടക്കത്തിൽ നമ്മള് ക്ലാസ് ഒരു 23-ാം തീയതി മറ്റോണം സെപ്റ്റംബർ മാസത്തിൽ 2025 നമ്മൾ ആരംഭിച്ചപ്പോ തുടങ്ങിയതേ ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്ന് പറഞ്ഞിട്ടാണ്. ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്?
ദേവിയുടെ ചരണയുഗങ്ങളെ സ്മരിച്ചുകൊള്ളൂ എന്നാണ് കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അതുണ്ടാവുക? അസ്മരണം കിം കുരുതേ എന്ന് ചോദിച്ചപ്പോ അതുകൊണ്ട് എന്ത് കിട്ടും? ബ്രഹ്മാദീനാം അഭി കിം കരി കുരുതേ. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരൊക്കെ നിങ്ങളുടെ കിങ്കരന്മാരായിട്ട് വർത്തിക്കും. എന്ത് ചെയ്താൽ മതി? സ്മരണീയം ചരണയുഗളമമ്പായ. അപ്പൊ ആപത്ത് വരുമ്പോ ദേവിയെ സ്മരിക്കണമെങ്കിൽ അതിന്റെ മുന്നേ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് ഞാനിപ്പോ മെസ്സി ആവാം എന്നൊന്നും നടക്കില്ല. ഏഴാം വയസ്സ് മുതലേ ഇത് തട്ടി കളിച്ച് 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 അതിനു വേണ്ടി ജീവിതം അർപ്പിക്കണം. അത് തന്നെയാണ്. അപ്പോഴേ സ്മരണ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളെ സ്മരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ദേവിയെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ ദേവിയുടെ രൂപവും ഈ നാമങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ആപതിക്കും കരണീയം സ്മരണീയം. സ്മരണ വരണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം, മനസ്സിലുണ്ടാവണം. കണ്ട ആളെ സ്മരിക്കാൻ പറ്റുള്ളൂ, കാണാത്ത ഒരാളെ സ്മരിക്കാൻ പറ്റില്ല. ഞാൻ അമേരിക്കയിൽ ഒരു വെള്ളക്കാരനെ കണ്ടിട്ടുണ്ട്, അയാളെ സ്മരിക്കാൻ പറ്റുമോ? ട്രംപിനെ കണ്ടിട്ടുണ്ട്, സ്മരിക്കാൻ പറ്റും. കണ്ട പരിചയം വേണം. അതന്നെയാണ് ദേവിയെ പരിചയമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കിക്കോളൂ. അപ്പോഴാണ് ആപതിക്കും കരണീയം. അപ്പോഴാണ് ആര് വരുള്ളൂ? ബ്രഹ്മാദീനാം അഭികിം കരിം കുരുതേ. എല്ലാവരും സേവനത്തിന് വരുള്ളൂ. സർവാപദ് വിനിവാരിണി. ഇത്ര മനോഹരമായ നാമമാണെന്ന് നോക്കൂ. ഇനി 914 നാമത്തിലേക്ക് സ്വസ്ഥ. സ്വസ്ഥ സ്വസ്മിൻ സ്ഥിതി സ്വസ്തി എന്നാണ്. എന്ന് വെച്ചാൽ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുക, അതിനാണ് സ്വസ്തി എന്ന് പറയുന്നത്. അതിനാണ് ശാന്തി എന്നുള്ള അർത്ഥത്തിലും നമ്മൾ സ്വസ്തി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സ്വസ്തി. സ്വസ്മിൻ സ്ഥിതി സ്വസ്തി. അപ്പോ ദേവിയെ സംബന്ധിച്ച് ദേവിയിൽ നിന്നും അന്യമായിട്ടൊന്നുമില്ല. എല്ലാം ദേവി തന്നെയാണ്. സ്വസ്ഥ എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവളാണ്. ആ ബ്രഹ്മസ്വരൂപിണിയായിട്ടും ഈ ബ്രഹ്മാണ്ട സ്വരൂപിണിയായിട്ടും ഒക്കെ ദേവി താനായിട്ട് തന്നെ. ദേവി അസുരനെ നിഗ്രഹിക്കും, ദേവി കാമേശ്വരന് വരണമാല അണിയിച്ചിട്ട് കാമേശ്വരനെ വരിക്കും, എല്ലാം ചെയ്യും ദേവി. അത് കഴിഞ്ഞ് തന്റെ മകളായിട്ടുള്ള ബാല വിക്രമനന്ദിത, 9 വയസ്സുള്ള ബാല എന്ന് വരെയുള്ള തന്റെ മകള് ഭണ്ഡാസുരനോട് യുദ്ധത്തിന് പോകുമ്പോ ആനന്ദിതായിട്ട് ഇരിക്കും. ഇതൊക്കെ ആർക്കേ പറ്റുള്ളൂ? സ്വയം ബാഹ്യമായിട്ട് ഒന്നിലും പോകാതിരിക്കുന്നവർക്ക്. അപ്പൊ സ്വസ്ഥയാണ് ദേവി. അപ്പൊ ദേവി എന്താണ്? ദേവി സ്വതന്ത്രയാണ്, ദേവി നിരാശ്രയാണ്, ദേവി സ്വന്തം മഹിമയാണ്. ആ മഹിമയിൽ സ്വസ്ഥയായിട്ട് സ്വന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി സ്വസ്ഥ എന്ന് പറയുന്നു. ഇനി സ്വ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥമുണ്ട്. അപ്പൊ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയാം ദേവിയെ. സ്വർഗം എന്ന് പറഞ്ഞാൽ ആ പരബ്രഹ്മ സ്വരൂപിണി ആയിരിക്കുന്ന ദേവി എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും നല്ല അർത്ഥം. പരബ്രഹ്മ സ്വരൂപിണിയായ ദേവി, ദേവി തന്നിൽ തന്നെ ഇരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഏറ്റവും ഉചിതം. ഇനി സ്വസ്തി എന്നുള്ളത് ഇവിടുന്ന് തന്നെയാണ്. ശാന്തിയും സമാധാനമുള്ള അവസ്ഥയാണ് എന്ത് പറയുന്നത്? സ്വസ്തി എന്ന് പറയുന്നത്. അപ്പോ ദേവി ശാന്തരൂപയാണെന്ന് നേരത്തെ നമ്മൾ കണ്ടു അല്ലേ? സദാശിവ കുടുംബിനി എന്ന് പറഞ്ഞപ്പോഴും അതുപോലെ ഏത് നാമത്തിലാണ് നമ്മൾ കണ്ടത്? ദേവിയുടെ സൗമ്യ എന്നുള്ള നാമത്തിൽ നമ്മൾ കണ്ടു. അപ്പൊ ദേവി അവിടെയും സൗമ്യയാണ്. ശാന്തി ദേവിയുടെ മുഖമുദ്ര തന്നെയാണ്. അതുകൊണ്ട് ദേവി സ്വസ്തി എന്നുള്ള രൂപത്തിലും ദേവി സ്വസ്ഥ തന്നെയാണ്. സ്വയം തന്നിലിരിക്കുന്ന, താനായി ബ്രഹ്മമായി വിളങ്ങുന്ന, ബ്രഹ്മാണ്ടമായി തന്നിൽ തന്നെ ഇരിക്കുന്ന ദേവി സ്വസ്ഥ. ഓം സ്വസ്ഥായേ നമഃ. 915 നാമം സ്വഭാവമധുര. സ്വഭാവമധുര. സ്വഭാവമധുര എന്ന് പറഞ്ഞാൽ മധുരമായ സ്വഭാവമുള്ളവൾ. അത് സർവർക്കും അഭിലഷണീയമായിട്ടുള്ള സ്വഭാവമാണ് ദേവിയുടെ. എല്ലാവർക്കും ഇഷ്ടമാവും ദേവിയെ. അപ്പൊ ആരെങ്കിലും നന്നായിട്ട്, ജ്ഞാനികൾക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടാവത്രേ. മധുരമായിട്ടാണ് അവർ പെരുമാറുന്നത് ജ്ഞാനികള്. കാരണം ജ്ഞാനികൾക്കൊക്കെ എപ്പോഴും ജ്ഞാനികളുടെ കൂടെ ദേവി തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം എന്നാണ് പറയുന്നത്. മധുരമാണ് അവിടെ അല്ലേ? എന്താണ്? മുക്തിഭാജാം തേ പാദമൂലം. ആ പാദമൂലം എന്താണ്? യോഗീന്ദ്രന്മാർക്കൊക്കെ എന്താണ്? യോഗിവര്യന്മാർക്ക് സുമധുരമാണ്. അപ്പൊ പാദമൂലം. മധുരാഷ്ടകം പാടിയിട്ട് ആരാണ് വർണ്ണിച്ചത്? വല്ലഭാചാര്യർ പറഞ്ഞു, അധരം മധുരം വദനം മധുരം മധുരാധിപതേരഖിലം മധുരം. മുഴുവൻ അഷ്ടകത്തിലും ഭഗവാനെ മധുരമാക്കി മാറ്റി. അപ്പോ ദേവി എന്താണ്?
സ്വഭാവ മധുര, ദേവിയുടെ സ്വഭാവം, നേച്ചർ തന്നെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദേവി ഇറ്റ്സെൽഫ് ഈസ് സോ സ്വീറ്റ്. ഇത് തന്നെയാണ് ജ്ഞാനികൾ കാണുന്നത്, വാഴ്ത്തിപ്പാടുന്നതും. അപ്പോ കൃഷ്ണനായാലും ആ വിഷ്ണു സ്വരൂപിയായാലും ആ മധുരാഷ്ടം പാടുന്ന വല്ലഭാചാര്യർ ദർശിക്കുന്നതായാലും ജ്ഞാനിയായി കഴിഞ്ഞാൽ ദേവി സ്വരൂപം ഒക്കെ മധുരമായി മാറും നമുക്ക് എന്നുള്ളതാണ്. സ്വഭാവത്തിൽ ദേവി വളരെ മധുരയാണ്, മധുര സ്വഭാവമുള്ളവരാണ്. മധുര സ്വഭാവമുള്ളവരിലൊക്കെ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളിലൊക്കെ മാധുര്യമായി വിളങ്ങുന്നതും ദേവി തന്നെയാണ്, സ്വഭാവ മധുര. ഇനി 916 നാമം ധീര. ധീര എന്ന് പറഞ്ഞാൽ ധൈര്യവതി. ധൈര്യം എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യത്തിനെയാണ് ഇവിടെ പറയുന്നത്. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജ്ഞാനവും വിജ്ഞാനവും ഉണ്ട്. ശാസ്ത്രം പഠിച്ചിട്ടുള്ള വിജ്ഞാനമല്ല, ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്, പാണ്ഡിത്യത്തിന്. അപ്പോ ബുദ്ധിയെ തരുന്നവളാണ് ദേവി. ധീര. ധീയം രാതി എന്നാണ് അത്രേ ഇതിന്റെ എക്സ്പാൻഷൻ വേണ്ടത്. ധീയം രാതി. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, വെറും ബുദ്ധിയല്ല, അദ്വൈത ബുദ്ധി. ജ്ഞാനും ബ്രഹ്മവും രണ്ടല്ല എന്നുള്ള ജ്ഞാനം കൊടുക്കുക, അതാണ് ധീ. രാതി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവൾ. ധീ യം രാതി. ധീ എന്ന് പറഞ്ഞാൽ അദ്വൈത ബുദ്ധി, രാതി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവൾ. അപ്പൊ ധീര എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്വൈത ബുദ്ധി കൊടുക്കുന്നവൾ, ബ്രഹ്മജ്ഞാനത്തെ കൊടുക്കുന്നവൾ, മോക്ഷമാർഗത്തിലേക്കുള്ള ഈശ്വരീയ ബുദ്ധി തരുന്നവൾ, ധീര. ഇനി 917 നാമം ഇവിടെ ധീരസമർച്ചിത. 917 ധീരസമർച്ചിത. ധീരന്മാരാൽ സമ്യക്കാകും വണ്ണം അർച്ചിക്കപ്പെടുന്നവൾ. വളരെ നന്നായിട്ട് ധീരന്മാരാൾ. ഇപ്പൊ ധീരൻ ആരാണെന്ന് നമ്മൾ കണ്ടു. ധീരം രാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷമാർഗത്തിലേക്കുള്ള ആ ജ്ഞാനമുള്ളവരാണ്, ജ്ഞാനം കിട്ടിയവരാണ് ധീരന്മാര്. ധൈര്യമുള്ളവര് എന്ന് പറയാം, അതുപോലെ തന്നെ പാണ്ഡിത്യമുള്ളവരാണ്. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ജ്ഞാനം കിട്ടിയവരാണ് ധീരന്മാര്. അപ്പോ ആ പണ്ഡിതൻ, ജ്ഞാനി, അവരൊക്കെ ആ പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ദേവി ആരാധിക്കുന്നു. അപ്പോ നമ്മളെ ത്രിവർഗ നിലയ എന്ന് പറഞ്ഞപ്പോ 3 പുരുഷാർത്ഥങ്ങളും പിന്നെ മഹാപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷവും കണ്ടു നമ്മൾ, അല്ലെ? അപ്പോ ആ പണ്ഡിതന്മാർക്കൊക്കെ ഇതെല്ലാം അവര് നേടിയെടുക്കുന്നു ദേവിയെ. ധീരന്മാരാൽ എങ്ങനെ ആർജിച്ചിട്ടാണ്? സമ്യക്കാകും വണ്ണം അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ധീര സമർച്ചിത, പണ്ഡിതന്മാരാൽ നന്നായിട്ട് അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. ഇനി ക്ഷത്രിയ യോദ്ധാക്കളൊക്കെ, ഇപ്പൊ പണ്ട് നമ്മള് 10 ദുർഗകളൊക്കെ പറ്റി പറഞ്ഞിരുന്നു, ദുർഗ എന്നുള്ള നാമം പഠിച്ചപ്പോ. അപ്പോ ക്ഷത്രിയ യോദ്ധാക്കളൊക്കെ യുദ്ധത്തിന് പോകുമ്പോ ആരെയാണ് ആദ്യം കാണുന്നത്? ദേവിയെ. അവരുടെ കുലദേവി ഉണ്ടായിരിക്കും. ആ കുലദേവിക്ക് തിലകം ചാർത്തിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് അങ്ങനെ വിജയ എന്ന് പറയുന്ന ദേവിയൊക്കെ തിലകം ചാർത്തിയിട്ടാണ് പോകുന്നത്. ധീരന്മാരാൽ, അങ്ങനെയുള്ള ധീരന്മാരും നന്നായി അർച്ചിക്കപ്പെടുന്നവൾ ധീര സമർച്ചിത. ഓം ധീര സമർച്ചിതായേ നമ. അങ്ങനെ നമ്മുടെ 2ാമത്തെ ശ്ലോകം ഇന്നത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 170 ശ്ലോകത്തിലേക്ക് പോവാ. ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിതാ സദാ തുഷ്ട തരുണാദിത്യ പാടല. ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിതാ സദാ തുഷ്ട തരുണാദിത്യ പാടല. ഇവിടെ 918 മുതൽ 922 വരെയുള്ള 5 നാമങ്ങളാണ്. ഓരോന്നോരോന്നായിട്ട് കാണാം. ചൈതന്യാർഘ്യ സമാരാധ്യ. ചൈതന്യാർഘ്യ സമാരാധ്യ ഒറ്റ നാമമാണ്. ചൈതന്യമാകുന്ന അർഘ്യം കൊണ്ട് സമ്യക്കായിട്ട് ആരാധിക്കപ്പെടുന്നവൾ. അപ്പൊ ദേവി ചൈതന്യാർഘ്യ സമാരാധ്യ. സമാരാധ്യയാണ് ദേവി. എന്ത്? സമ്യക്കായിട്ട് ആരാധിക്കപ്പെടുന്നവൾ. എന്തുകൊണ്ട്? അർഘ്യം കൊണ്ട്. എന്താണ് അർഘ്യം? ചൈതന്യമാകുന്ന അർഘ്യം കൊണ്ട്. അപ്പോ ചൈതന്യമാകുന്ന അർഘ്യം കൊണ്ട് സമ്യക്കായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ചൈതന്യാർഘ്യ സമാരാധ്യ. ഇനി അർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പൂജയ്ക്ക് പാദ്യമുണ്ട്, അർഘ്യമുണ്ട്, ആചമനമുണ്ട്. ഇങ്ങനെ പലതരത്തിലും ജലത്തിനെ ഉപയോഗിക്കും പൂജയ്ക്ക്. ഇവിടെ നമുക്ക് അർഘ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പൂജയ്ക്കായിട്ട് മന്ത്രപൂതമാക്കിയിട്ടുള്ള ആ തീർത്ഥജലത്തിനെ നമുക്ക് അർഘ്യം എന്ന് പറയാം. ശരിക്കും കൈകൾ കഴുകാൻ വേണ്ടിയിട്ട് പാദ്യം കഴിഞ്ഞാൽ പിന്നെ അർഘ്യമാണ്.
ഇവിടെ അങ്ങനെ നമുക്ക് എടുക്കണ്ട. പൂജയ്ക്കായിട്ടുള്ള മന്ത്രഭൂതമായിട്ടുള്ള ജലം, അതാണ് അർഘ്യം എന്ന് പറയുന്നത്. ശരിക്കും അതിനെ ശുദ്ധമാക്കുന്ന എങ്ങനെയാണ്? താമര ഇതളിടും, അതുപോലെ തന്നെ കറുകയിടും, അതിനകത്ത് ചന്ദനം ഇടും, പുഷ്പങ്ങൾ ഇടും, അക്ഷതമിടും. ഇതൊക്കെ ഇട്ട് സുഗന്ധപൂരിതമായിട്ടുള്ള ആ ജലമാണ്, ശുദ്ധമായിട്ടുള്ള ആ ജലമാണ് അർഘ്യം. ഇവിടെ അർഘ്യം എന്നുള്ള വാക്കുണ്ടായത് അർഹ് എന്നുള്ള ധാതുവിൽ നിന്നത്രേ. അപ്പൊ അർഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർഹിക്കപ്പെടുന്നത്, യോഗ്യമായിട്ടുള്ളത്. യോഗ്യമായിട്ട് ഉള്ളവർക്ക് കൊടുക്കുന്ന പവിത്ര ഉപഹാരം അല്ലെങ്കിൽ പവിത്ര ജലമാണ് അർഘ്യം. അപ്പോ അത് വിശിഷ്ട അതിഥികളാവാം, നമ്മളുടെ മുനി പുങ്കവന്മാരായിട്ടുള്ളതും മഹർഷീശ്വരന്മാരായിട്ടുള്ളതും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും ഒക്കെ ആവാം, അല്ലെങ്കിൽ ദേവീ ദേവതകളാവാം. ഇവർക്കൊക്കെ അർഘ്യം കൊടുക്കും. അപ്പൊ ഇവിടെ അർഘ്യം എന്താണ്? വെള്ളമാണോ ഇവിടെ പറയുന്നത്? അല്ല, ചൈതന്യാർഘ്യ സമാരാധ്യ, ചൈതന്യമാകുന്ന അർഘ്യം. ഇവിടെ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ചൈതന്യമാകുന്ന അർഘ്യത്താൽ സമാരാധ്യയാണ് ദേവി. അപ്പൊ ഇവിടെ എന്താണ് ചൈതന്യം? ഇപ്പൊ ഇത്രയൊക്കെ പഠിച്ചു നമ്മള് തത്വമസി എന്ന് കണ്ടു. തത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണെന്ന് കണ്ടു. അപ്പൊ ബ്രഹ്മം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ബ്രഹ്മചൈതന്യം. ആ ചൈതന്യം കൊണ്ട് ആ അർഘ്യമായിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ ഇവിടെ സമ്യക്കായിട്ട് ദേവി ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ട് ആ ബ്രഹ്മ ചൈതന്യം ഞാൻ തന്നെയാണ് ദേവി, ദേവി അങ്ങ് ഞാൻ തന്നെ അങ്ങാണ് ദേവി എന്ന് പറഞ്ഞ് ദേവിയെ അങ്ങനെ ആരാധിക്കുന്ന ആ പണ്ഡിതന്മാർ, ശ്രേഷ്ഠന്മാർ, ധീരന്മാർ, അവരാൽ ആ അർഘ്യത്താൽ ആരാധിക്കപ്പെടുന്ന സമാരാധ്യമായ ആണ് ദേവി, സമ്യക്കായെ ആരാധിക്കപ്പെടും. അപ്പോ പണ്ഡിതന്മാർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വെള്ളം എടുത്തുകൊണ്ടിരും ശുദ്ധീകരിക്കേണ്ടി ഒന്നും ആവശ്യമില്ല. ഇവര് ബ്രഹ്മജ്ഞാനം കിട്ടിയവരാണ്. അവർ തൻ്റെ മനസ്സിലിരിക്കുന്ന ചൈതന്യം സാക്ഷാൽ ബ്രഹ്മം തന്നെയാണെന്ന് അറിയുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ആരാധിക്കുന്നവർ ചൈതന്യാർഘ്യ സമാരാധ്യ എന്ന് പറയുന്നു. അവിടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവാണ്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമാണ്, അല്ലെങ്കിൽ സ്വന്തം ചിത്തമാണ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മളെ നിഷ്കളങ്കമായിട്ടുള്ള ചിത്തം കൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഹൃദയാരാധന എന്നൊക്കെ പറയാം. ഹൃദയ കുഹരത്തിലിരിക്കുന്ന ദേവിയെ മുഴുവനായിട്ട് നമ്മള് അങ്ങനെ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ആരാധനയാണ് ചൈതന്യാർഘ്യ സമാരാധ്യ. അപ്പോ ഇവിടെ ചൈതന്യമായിട്ടുള്ള അർഘ്യം കൊണ്ട് സമ്യക്കായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ചൈതന്യാർഘ്യ സമാരാധ്യ എന്ന് പറഞ്ഞു. ഇനി 919 നാമം ചൈതന്യ കുസുമപ്രിയ. ചൈതന്യമാകുന്ന കുസുമത്തെ ഇഷ്ടപ്പെടുന്നവൾക്ക് വളരെ എളുപ്പമാണ്. ചൈതന്യവും ബ്രഹ്മവും ഒക്കെ പിടികിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ അവിടെ അർഘ്യം ചൈതന്യമായിരുന്നു. ഇനി അർഘ്യം കഴിഞ്ഞാൽ എന്താ കൊടുക്കുക? പുഷ്പം കൊടുക്കും, അല്ലെ? ഇവിടുത്തെ പുഷ്പമാണ്, പിന്നെ ധൂപമാണ്, പിന്നെ ദീപമാണ്. അപ്പോ ചൈതന്യ കുസുമപ്രിയ, ചൈതന്യമാകുന്ന കുസുമം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. കുസുമം എന്ന് പറഞ്ഞാൽ പുഷ്പം, ചൈതന്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മചൈതന്യം, സ്വന്തം ബ്രഹ്മജ്ഞാനം, സ്വന്തം ചിത്തം, സ്വന്തം ഹൃദയം എന്നൊക്കെ പറയാം. ഇതെല്ലാം പ്രിയമായവളാണ് ദേവി. ഇതൊക്കെ അർച്ചിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് വളരെ പ്രിയമാണ്. അപ്പൊ അർഘ്യവും ചൈതന്യമാണ്, കുസുമവും ചൈതന്യമാണ്. ഇത് രണ്ടും ദേവിക്ക് പ്രിയമാണ്. ഇനി ആപ്തവാക്യം ഒന്ന് നമുക്ക് ചൈതന്യം എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അഹിംസ പ്രഥമം പുഷ്പം ഇന്ദ്രിയാണാം ച നിഗ്രഹ, ശാന്തി പുഷ്പം ദയാപുഷ്പം ജ്ഞാനപുഷ്പം പരം മതം, തപപുഷ്പം സത്യപുഷ്പം ഭാവപുഷ്പം അധാഷ്ടമം. അഷ്ടമ പുഷ്പങ്ങളെ പറ്റിയിട്ട് ആപ്തവാക്യം പറയുന്നുണ്ട്. 8 പുഷ്പങ്ങളിൽ ആദ്യമുള്ളത് എന്താണ്? അഹിംസ. ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അഹിംസ പ്രഥമം പുഷ്പം എന്നാ പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ദ്രിയാണാംച നിഗ്രഹം. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിക്കുക, വേണ്ടാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കാതെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇന്ദ്രിയാണാംച നിഗ്രഹം രണ്ടാമത്തെ. പിന്നെ ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്, സമചിത്തത. ആ സമചിത്തതയാണ് മൂന്നാമത്തെ പുഷ്പം. ദയയാണ് നാലാമത്തെ പുഷ്പം. ജ്ഞാനമാണ്, അറിവാണ് അഞ്ചാമത്തെ പുഷ്പം. അത് കഴിഞ്ഞാൽ തപസ്സാണ് ആറാമത്തെ പുഷ്പം. സത്യമാണ് ഏഴാമത്തെ പുഷ്പം. ഭാവമാണ് എട്ടാമത്തെ പുഷ്പം. താനും ഭഗവാനും ഒന്നാണെന്നുള്ള ആ അവസ്ഥയിൽ എത്തുന്ന ഭാവമാണ് എട്ടാമത്തെ പുഷ്പം. ഇതാണ് 8 പുഷ്പങ്ങള്. ഈ പുഷ്പങ്ങളൊക്കെ ദേവിക്ക് ഇഷ്ടമാണ്. ചൈതന്യ കുസുമപ്രിയ. ഇതൊക്കെ ചൈതന്യം തന്നെയാണ്. 920 നാമം സദോദിത. ഇവിടെ സദോദിത, ദാ എന്നുള്ളതാണ് രണ്ടാമത്തെ മൃദുവാണ്. സദോദിത, സദാ
ഉദിതയായവൾ. ഉദിത എന്ന് പറഞ്ഞാൽ ഉദിക്കുക, ഉയർന്ന്, എപ്പോഴും ഉയർന്ന് പ്രകാശിക്കുന്നവളാണ്. ഇപ്പൊ സൂര്യനൊക്കെ രാവിലെ ഉയർന്ന ഉച്ചസ്ഥായിലെത്തും, അത് കഴിഞ്ഞാൽ അസ്തമിക്കും. എന്തിനും വിളക്ക് കുറെ കത്തും, മണ്ണെണ്ണ കഴിഞ്ഞാൽ മങ്ങി മങ്ങി കത്തി കെട്ടുപോകും. പക്ഷെ ദേവി അങ്ങനെയാണോ? സദാ ഉദിതയാണ്. സദോദിത, എല്ലായ്പ്പോഴും ഒരേപോലെ മങ്ങാത്ത ജ്യോതിസായിട്ട് പ്രകാശിക്കുന്നവൾ സദോദിത, എപ്പോഴും പ്രകാശിക്കുന്നവളാണ്. ജ്ഞാനസ്വരൂപമായ പ്രകാശം കൊണ്ട് വിളങ്ങുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സദോദിത എന്ന് പറയുന്നു. ഇനിയോ ജ്ഞാനികളില് പ്രകാശപൂരിതമായിട്ടുള്ള ജ്ഞാനമായിട്ട് വിളങ്ങുന്നതും ദേവി തന്നെ. അതുകൊണ്ടും ജ്ഞാനികളിൽ വിളങ്ങുന്ന ആ തേജസ്സിനെയും, അറിവെന്ന തേജസ്സിനെയും സദോദിതയായിട്ടുള്ള ദേവിയാണെന്ന് പറയാം. അപ്പോ എല്ലായ്പ്പോഴും ഒരിക്കലും മങ്ങാതെ അങ്ങനെ പ്രകാശോജ്വലമായിട്ട് ശോഭിക്കുന്ന ജ്യോതിയാണ് സദോദിത, സദാ ഉദിതയായിട്ടുള്ള ദേവി. ആ ദേവിക്ക് നമസ്കാരം. സദോദിതായേ നമഃ. ഇനി 921 നാമം സദാ തുഷ്ടി. എളുപ്പമാണ്. വീണ്ടും തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇതൊക്കെ നമ്മൾ നാരായണീ സ്തുതിയിലൊക്കെ കാണുന്നുണ്ട്. തുഷ്ടി എന്ന് പറഞ്ഞാൽ അതുപോലെ തുഷ്ടി, പുഷ്ടിർ, മതിർ, ധൃതി എന്നൊക്കെ കണ്ടു നമ്മൾ. ഇതൊക്കെ കണ്ട നാമങ്ങളാണ്. അപ്പൊ സദാ തുഷ്ട എന്ന് പറഞ്ഞാൽ സദാ സന്തോഷിക്കുന്നവളാണ് ദേവി. നമുക്ക് സന്തോഷം അല്പം മാത്രമാണ്. കാരണം എന്താണ്? നമ്മളൊരു പൂവ് കാണുന്നു, ഓ നല്ല ഭംഗിയുള്ള പൂവ്, മണക്കും സന്തോഷം, നമ്മുടെ കണ്ണിന്റെ മുന്നിലേ അത് വാടിപ്പോവും. ധനം, അത് പെട്ടെന്ന് പറിച്ചെടുത്തു കഴിഞ്ഞാൽ വേഗം വാടും. ധനം, കുറെ ധനം കാണും, അത് ആർജിക്കാൻ വേണ്ടി ഒരുപാട് ധനം നേടാൻ മഹാത്യാഗം, സൂക്ഷിക്കാൻ അതിലപ്പുറം, നഷ്ടപ്പെട്ടാൽ അതും ദുഃഖം, ദുഃഖപാത്രം ധനം സഖേ എന്നൊരു ആപ്തവാക്യമുണ്ട്. അപ്പോ അതിനുവേണ്ടി കുറെ കൈയും കാലോട്ട് ഇടിച്ച് ഓടും. പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അല്ലാണ്ടെങ്കിൽ മരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ള പേടി. അങ്ങനെ അത് ധനം. ഇനി ഭക്ഷണം, നല്ല ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലും നല്ല മെർസിഡീസ് കാറ് കണ്ടു, അത് നോക്കി നിന്നപ്പോഴേക്കും ഐസ്ക്രീം ഒരുക്കി താഴത്ത് വീണു. ഈ സുഖങ്ങളൊക്കെ ക്ഷണികമാണ്. ഓക്കെ. ഹാ സുഖങ്ങൾ വെറും ജാലം, ആരറിവൂ നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും എന്നാണ് കവി പാടിയിട്ടുള്ളത്. ജാലമാണ്, മായാജാലമാണെന്ന് പറഞ്ഞത്. ഇപ്പോ അതുപോലെ കാമങ്ങള്, നമ്മൾ കാമിക്കും ഓരോരുത്തരെ, കാമിച്ചു കഴിഞ്ഞാൽ അതും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് എന്താണ്? ബാഹ്യമായിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ അല്പമാണ്, അനിത്യമാണ്. അതിന് ദൃഷ്ടനഷ്ട സ്വഭാവം എന്നാണ് പറയുക. കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ തീർന്നു പോകും, നഷ്ടമാകും. അതുകൊണ്ടാണ് നമുക്ക് സദാ തുഷ്ടരാവാൻ പറ്റില്ല. എപ്പോഴും സന്തോഷം നമുക്കുണ്ടാവില്ല. എന്നാലോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആ ചൈതന്യം തന്നെയാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസ്വരൂപമായി നമ്മള്, ജ്ഞാനിയായി നമ്മള്. ജ്ഞാനികള് ഒരിക്കലും ദുഃഖിക്കില്ല. നാനു ശോചന്തി പണ്ഡിത. പണ്ഡിതന്മാരെ ആർക്കും ദുഃഖിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്കറിയാം ആ പരബ്രഹ്മം തന്നെയാണ് താനെന്ന്. അതിനെ ഒന്നുകൊണ്ടും ദുഃഖിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതറിയാം. ആ അറിയുന്നവരാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്നറിയുന്നവര്. അപ്പോ ആനന്ദസ്വരൂപിണിയായിട്ടുള്ള ദേവി നമ്മളെ പോലെയല്ല, സദാ തുഷ്ടയാണ്. അതുപോലെ തന്നെ ആ ആനന്ദം അറിഞ്ഞവരും ആ ജ്ഞാനികളും സദാ തുഷ്ടരാണ്. സദാ തുഷ്ടായേ നമ. ഒറ്റ നാമം കൂടിയുള്ളൂ, 922 നാമം. അതുകൂടി നമുക്ക് എടുക്കാം. തരുണാദിത്യ പാടൽ വളരെ എളുപ്പമാണ്, ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞതാണ്. തരുണാദിത്യ, തരുണൻ എന്ന് പറഞ്ഞാൽ ബാല്യം കഴിഞ്ഞാൽ താരുണ്യമാണ്. ആ സുന്ദര രൂപത്തിലിരിക്കുന്നത്, ആ യൗവനം ഇങ്ങനെ മുറ്റി നിൽക്കുന്ന അവസ്ഥ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് മധ്യവയസ്ക ആയി പോവും. അപ്പൊ അവിടെ ഇല്ല. ആ ഒരു ബാല്യാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടീനേജ്, ഒരു 11 മുതൽ 13 മുതൽ ഒരു 22 25 വരെയൊക്കെയുള്ള ആ അവസ്ഥയ്ക്കാണ് തരുണം എന്ന് പറയുന്നത്. അതെന്താണ്? ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സമയമാണത്. ആ തരുണനായിട്ടുള്ള ആദിത്യൻ, നന്നായി ഉദിച്ചു പൊങ്ങിയിട്ട് ആ വിളങ്ങി നിൽക്കുന്ന ആദിത്യൻ, ആ ആദിത്യൻ യൗവനയുക്തനായ ആദിത്യൻ. ആ ആദിത്യന്റെ വർണ്ണം എന്താണ്? പാടല വർണ്ണമാണ്. ചുവപ്പല്ല, രാവിലെ യുദ്ധം ചുവപ്പായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പാടലമായി മാറും. തരുണനാവുമ്പോ പാടലമായി. പാടലി കുസുമപ്രിയ നമ്മൾ കണ്ടു. ചുവപ്പിൽ കുറച്ച് വെളുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ചെറുതായി വെളുപ്പിന്റെ ശോഭയുള്ള ചുവപ്പിനെയാണ് പാടല നിറം എന്ന് പറയുന്നത്. അപ്പോ ദേവിയുടെ വർണ്ണവും പാടല തന്നെയാണെന്ന് നമുക്കറിയാം.
അവൾക്ക് ഈ പടലി വർണ്ണമാണ് ദേവിക്കാനുള്ളത് നമ്മളെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ ദേവി എന്താണ്? ഇത് ശരിക്കും ദേവിയുടെ സ്ഥൂല രൂപവർണ്ണനയാണ്. തരുണാദിത്യ പാടല, തരുണനായിരിക്കുന്ന ഉദിച്ചുയർന്നതിന് ശേഷമുള്ള ആദിത്യന്റെ, ഉച്ചയ്ക്ക് മുമ്പുള്ള ഉദിച്ചതിനും ശേഷമുള്ള ആദിത്യന്റെ ശോഭ, ആ ശോഭ കുറയും കൂടുമില്ല, അതുപോലെ ഇരിക്കുന്ന വർണ്ണമാണ് ദേവിക്ക്. ചുവപ്പ് കലർന്ന, വെളുപ്പ് കലർന്ന ചുവപ്പ്. ആ ദേവി ഒരുപോലെ ശോഭിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. അപ്പൊ തരുണാദിത്യയായിട്ടുള്ള ആ ദേവിയുടെ ആ നിറം മനസ്സിൽ നിറച്ച് ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.